അപ്പോൾ ഹാളിലെ ടൈൽസ് തറയിൽ ഒരു പായയിൽ കുഞ്ഞിനെ കിടത്തി കളിപ്പിക്കുമ്പോഴാവും കുട്ടൻ കേറി വരുന്നത്. അവളപ്പോൾ അവനെ നോക്കി അവ്യക്തമായ ഭാഷയിൽ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് കൈയും കാലും ഇളുക്കിച്ചിരിക്കും. നിസ്സംഗതയോടെ അവൻ ഒരപരിചിതനെ പോലെ കേറി പോകുമ്പോൾ നെഞ്ചു പൊടിയുന്ന വേദനയാണ്. കുഞ്ഞിന്റെ ചിലപ്പോഴുള്ള കരച്ചിൽ ഉറക്കെയാവുമ്പോൾ അവൻ ദേഷ്യപ്പെടുമോയെന്നു പേടിച്ച് കരച്ചിൽ അടക്കാൻ പാടുപെടും. ഒരിക്കൽ അനിയത്തി കാണാൻ വന്നപ്പോഴാണ് പറഞ്ഞത്, ചേച്ചി ഇങ്ങനെ പേടിച്ചാലെങ്ങനെയാണ്. അവൻ കാണുകയും കേൾക്കുകയും ചെയ്യട്ടെ അവന്റെ കുഞ്ഞനിയത്തിയെ. എന്തായാലും ഇത്രയും മുതിർന്നതല്ലേ, അവൻ അവളെ ഒന്നും ചെയ്യാൻ പോണില്ല. രാജേട്ടൻ ഫോൺ വിളിച്ചപ്പോഴും പറഞ്ഞത് അതൊക്കെ തന്നെയായിരുന്നു. നീ പതുക്കെ പതുക്കെ കുഞ്ഞിനെ അവനിലേക്ക് അടുപ്പിക്കണമെന്ന്. അന്നൊരു ഞായറാഴ്ച ആയിരുന്നു. കുഞ്ഞിനെ കുളിപ്പിച്ച് ഉറക്കിയിട്ടാണ് അവൾ കുളിക്കാൻ പോയത്. നനയും കുളിയും ഒക്കെ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ലേശം വൈകിയിരുന്നു. കുഞ്ഞിന്റെ ചിനുക്കം ഇടയ്ക്ക് കേട്ടെങ്കിലും കുട്ടൻ മുറിയിലുണ്ടല്ലോ എന്നൊരു ആശ്വാസത്തിലായിരുന്നു. നോക്കില്ല എന്നറിയാം, പക്ഷേ എല്ലാരും പറയുന്നത് പോലെ അവനുമൊന്നു ശ്രദ്ധിക്കട്ടെ അവന്റെ കുഞ്ഞനിയത്തിയെ. താനൊന്ന് മാറി നിന്നാൽ അവന്റെ ഉള്ളിലെ മാറ്റം മനസ്സിലാക്കാമല്ലോ എന്നോർത്ത് മെല്ലെയാണ് ജോലി തീർത്തത്. മുൻപ് കേട്ട കരച്ചിലാകട്ടെ ഇപ്പോൾ തീരെ കേൾക്കാനില്ല. ഒച്ച കേൾപ്പിക്കാതെ മെല്ലെ മുറിയിലേക്ക് ഒന്നെത്തി നോക്കി. കട്ടിലിൽ കുഞ്ഞിനെ കണ്ടില്ല, പക്ഷേ എവിടെയോ അവളുണ്ടെന്ന് മനസ്സ് മന്ത്രിച്ചു. ഹാളിലും ആരുമുണ്ടായിരുന്നില്ല. ഒന്ന് ശങ്കിച്ചാണ് കുട്ടന്റെ മുറിയുടെ മുന്നിൽ നിന്നത്. അനക്കം ഒന്നുമില്ല. കട്ടിലിൽ ഭിത്തിക്ക് നേരെ ചരിഞ്ഞു കിടക്കുന്ന കുട്ടനെയാണ് ആദ്യം കണ്ടത്. വീണ്ടും ഒന്നുകൂടി എത്തി വലിഞ്ഞു നോക്കി. കൈയ്യ് എന്തോ ഒന്നിൽ ചുറ്റിപ്പിടിച്ചിരിക്കുന്നത് പോലെ തോന്നിച്ചു. ഹൃദയം വല്ലാതെ മിടിക്കുന്നുണ്ടായിരുന്നു. അതേ, അതവന്റെ കുഞ്ഞനിയത്തി തന്നെയായിരുന്നു. അവൾ ഒരു ചുവട് കൂടി മുന്നോട്ടു വെച്ചു. ആങ്ങളയും പെങ്ങളും സുഖമായി ഉറങ്ങുന്നു. ഏതൊരമ്മയുടെയും ഹൃദയം നിറപ്പിക്കുന്നതായിരുന്നുവല്ലോ ആ കാഴ്ച. ഏട്ടന്റെ ചൂടേറ്റുറങ്ങുന്ന മോളുടെ മുഖത്തേക്ക് നോക്കിയ അവൾക്ക് കണ്ണുനീരടക്കാനായില്ല. അവൾ പെട്ടെന്ന് മുറി വിട്ടു പുറത്തേക്കിറങ്ങി. ഉറങ്ങട്ടെ രണ്ടാളും. തന്റെയൊരു നേർത്ത തേങ്ങൽ പോലും അവർക്കിടയിലേക്ക് ചിതറി വീഴാതിരിക്കട്ടെ. മുഖം അമർത്തി തുടച്ച് അടുക്കളയിലേക്ക് നടക്കുമ്പോൾ അവളുടെ ചുണ്ടിൽ ഒരു താരാട്ടുപാട്ടിന്റെ ഈരടികൾ ചുറ്റിത്തിരിഞ്ഞുകൊണ്ടിരുന്നു.